കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുമുണ്ട്. 7-ാം അധ്യായം 24-ാം ശ്ലോകം എടുക്കുക ഗീതയിൽ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ഹിന്ദുക്കളെല്ലാം പഠിക്കേണ്ട ഒരു ശ്ലോകമാണ്. ഭൂരിപക്ഷം ആളുകളും അമ്പലത്തിൽ തൊഴുതു പോകുമ്പോൾ ഇതറിയുന്നില്ല. മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് 10-36 വർഷം കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണൻ്റെ കുലം തമ്മിൽ തല്ലി നശിച്ച് കൃഷ്ണൻ ശരീരം ഉപേക്ഷിക്കുകയാണ്. കൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷമാണ് അർജുനൻ അങ്ങോട്ട് പുറപ്പെടുന്നത്. അർജുനൻ അറിഞ്ഞിട്ടില്ല, പാണ്ഡവർ അറിഞ്ഞിട്ടില്ല. കുറേ കാലമായി കൃഷ്ണനെ കാണാനുള്ളൊരു മോഹം. ഇത്ര കാലമായി കൃഷ്ണനെ കണ്ടിട്ട് ഒന്ന് കണ്ടുവരാം എന്ന് പറഞ്ഞു പോയതാണ്. ദ്വാരകയിലെത്തുമ്പോഴെല്ലാം ശൂന്യം, ശ്മശാനം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ചു. അർജുനൻ പൊട്ടി പൊട്ടി കരഞ്ഞു. തൻ്റെ സതീർത്ഥ്യനായ, തൻ്റെ സഖാവായ, തൻ്റെ തോഴനായ, തൻ്റെ പ്രിയനായ, തൻ്റെ ഇഷ്ടദേവനായ, തൻ്റെ ഗുരുവായ, എല്ലാമായ ത്വമേവ മാതാച്ച പിതാത്വമേവ എല്ലാമായ കൃഷ്ണൻ ഇനി എൻ്റെ കൂടെ ഇല്ലയാണ്. കുറേ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. ആ സമയത്ത് കൃഷ്ണൻ്റെ സാരഥിയായ ദാരുകൻ വന്ന് പറഞ്ഞു, അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ, അങ്ങ് ഇവിടെ വരുമെന്ന് കൃഷ്ണൻ പറയണ്ടായി. കൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ചു. ഇവിടുത്തെ ദ്വാരകയിലെ സ്ത്രീകളെയും കൊണ്ട് അങ്ങോട്ട് പോവാൻ, ഹസ്തിനപുരത്തിലേക്ക് പോവാൻ ഭഗവാൻ നിർദ്ദേശം തന്നിട്ടുണ്ട്. തന്നെ ഏൽപ്പിച്ച ദൗത്യവുമായി അർജുനൻ അവിടെ നിന്നും പുറപ്പെടുകയാണ്. ആകെ ദുഃഖത്തിലാണ്. കാരണം ഇനി തൻ്റെ ജീവിതത്തിൽ കൃഷ്ണനില്ലല്ലോ. ഈ വിഷമത്തിൽ വരുമ്പോഴാണ് വഴിയിൽ വരുണദേവൻ കാത്തിരിക്കുകയാണ്. അർജുനൻ്റെ മുന്നിൽ കൈകൂപ്പിയിട്ട് പറഞ്ഞു, ഞാൻ വരുണദേവൻ അങ്ങയുടെ കയ്യിലിരിക്കുന്ന ഗാണ്ഡീവം തിരിച്ചേൽപ്പിക്കണം. കാരണം അതിൻ്റെ റിന്യൂവൽ പീരീഡ് കഴിഞ്ഞു, അത് എക്സ്പയറി ആയി കഴിഞ്ഞു. ഇനി അത് റിന്യൂ ചെയ്ത് കൊടുക്കില്ല എന്ന്. അർജുനൻ്റെ കയ്യിലുള്ള ഗാണ്ഡീവത്തിൻ്റെ കാലാവധിയും കഴിഞ്ഞു. അത് തിരിച്ച് വരുണനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർജുനൻ അതും കൂടി പോയതോടുകൂടി തൻ്റെ ഒരു വശത്ത് തൻ്റെ ശക്തിയായ ഗാണ്ഡീവവും പോയി, മറുവശത്ത് തൻ്റെ മനോബലമായ കൃഷ്ണനും പോയി. തകർന്നുപോയി അർജുനൻ. ആ സ്ത്രീകളെ കൊണ്ടുവരാൻ അർജുനന് സാധിച്ചില്ല എന്നാണ്. ഈ സ്ത്രീകൾ അവരെ ആക്രമിക്കാൻ ചിലരൊക്കെ വന്നു എന്നൊക്കെയാണ്. പക്ഷേ അവരെല്ലാം ഒരു തലാബ് മീൻസ് തടാകത്തിൽ ഇറങ്ങി സ്വശരീരം ഉപേക്ഷിച്ചു എന്നാണ് ഒരു കഥ പറയുന്നത്. ആ തലാബ് മീൻസ് തടാകത്തിൽ ഇറങ്ങി ശരീരം ഉപേക്ഷിച്ച ആ തലാവിലുള്ള മീൻസ് ആ ഒരു തടാകത്തിലുള്ള മണ്ണാണ് പിൽക്കാലത്ത് ഗോപീചന്ദനം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇന്നും ശരിക്കത് വൃന്ദാവനത്തിൽ നിന്നല്ല വരുന്നത്, അത് വരുന്നത് ഗുജറാത്തിൽ നിന്നാണത്. ഗോപീചന്ദനം എന്നാൽ കൃഷ്ണൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും ഭാര്യമാരും എല്ലാം സ്വശരീരം ഉപേക്ഷിച്ച് ജലത്തിലേക്ക് അങ്ങോട്ട് സമാധിസ്ഥരായി ഞങ്ങളുടെ ശരീരം മണ്ണിലേക്ക് ചേർത്ത ആ മണ്ണിനെയാണ് ഗോപീചന്ദനം എന്ന് പറയുന്നത്. ഗുജറാത്തിൽ പോകുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് പോയി തിരിച്ചു വരുന്ന ആ അർജുനൻ അങ്ങ് ഹസ്തിനപുരത്തെത്തുമ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, എന്തു പറ്റി, നീ എനിക്ക് എന്ത് പറ്റി? ആ അർജുനൻ പറയുന്ന വരികളാണ് 15-ാം അധ്യായത്തിലും ഒരു വല്ലാത്തൊരു അത്ഭുതം, എന്താണ് പറയുക, ഒരു അധ്യായമാണ് ഈ 15-ാം അധ്യായം. അവിടെ പറയണ, വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ ഏനമേ അപഗതത്തേജോ ഏന വിസ്മാപനം മഹൽ യസ്യ ക്ഷണവിയോഗേന ലോകോ ഹി പ്രിയദർശന ഉക്തേന രഹിതോ ക്യേഷ മൃതകപ്രോച്യതേതാം. എന്താ പറയുന്നത്? വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ. എൻ്റെ ബന്ധുവായ, എൻ്റെ സർവസ്വമായ കൃഷ്ണൻ എന്നെ വഞ്ചിച്ചു. വഞ്ചിക്കുക പറഞ്ഞാൽ അർത്ഥം എന്നെ ഉപേക്ഷിച്ചു എന്നർത്ഥം. എന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞു, എന്നെ തളർത്തിക്കളഞ്ഞു. കൃഷ്ണൻ വിട്ടുപോയി. ഞാൻ വിചാരിച്ചു കൃഷ്ണൻ
നമ്മുടെയൊക്കെ കൂടെ ഉണ്ടാകുമെന്ന്. പിന്നെ അങ്ങോട്ട് കൃഷ്ണൻ കാണിച്ച കാരുണ്യവും കൃഷ്ണൻ ചെയ്ത തമാശകളൊക്കെ പറഞ്ഞ് ഇത്ര ജീവിതം കടന്നുപോയി, അറിയാതെ നാളുകൾ എണ്ണിപ്പോയില്ലേ, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഓർത്തോർത്ത് ഞാൻ കരഞ്ഞു പോവുകയാണ്. അർജുനൻ കരഞ്ഞ് അങ്ങോട്ട് അവസാനം ഞാനത്ര വിസ്തരിക്കുന്നില്ല. ഇവിടെ 30, 31, 32 അധ്യായമൊക്കെ ശ്ലോകങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ പറയും, ഏവം ചിന്തയതോ ജിഷ്ണോ കൃഷ്ണപാദ സരോരുഹം സൗഹാർദ്ദേനാധികാടേന ശാന്താസിൽ വിമലാമതി. കൃഷ്ണൻ്റെ ആ ഒരു സ്നേഹവും കാരുണ്യവും വാത്സല്യവും ദയയും അതൊക്കെ ഓർത്തു വരുമ്പോൾ എവിടെയോ അർജുനൻ്റെ ഉള്ളിൽ ഒരു സ്പാർക്കടിച്ച പോലെ, ഒരു പെട്ടെന്നുണ്ടായ ഒരു വിസ്ഫോടനം പോലെ അർജുനൻ്റെ ഉള്ളിൽ ഗീതം ഭഗവതാ പ്രോക്തം സംഗ്രാമമൂർധനി കാലകർമ്മതമോരുദ്ധം പുനരദ്യങ്ങമൽ വിഭൂ. ഗീത ആ യുദ്ധക്കളത്തിൽ വെച്ച് അർജുനൻ ഉപദേശിച്ചു കൊടുത്ത ഗീതം, ഭഗവതാ പ്രോക്തം ഗീതം സംഗ്രാമമൂർധനി, യുദ്ധക്കളത്തിൽ വെച്ച് കൃഷ്ണൻ പറഞ്ഞു കൊടുത്ത ഗീത അർജുനൻ്റെ ഉള്ളിൽ ഓർമ്മ വന്നു. അപ്പോഴാണ് അർജുനന് മനസ്സിലായത്, ആത്മാവിന് ജനനവുമില്ല, ആത്മാവിന് പിന്നെ എവിടെയാണ് കൃഷ്ണൻ പോയത്? എങ്ങോട്ട് പോയി കൃഷ്ണൻ? കൃഷ്ണൻ എങ്ങോട്ട് പോകും? കൃഷ്ണൻ അപ്പം കൃഷ്ണൻ പോയി എന്നത് വെറും എൻ്റെ തോന്നലാണ്. കൃഷ്ണൻ എപ്പോഴും കൂടെയുണ്ട്. എനിക്കും എത്തിച്ചേരേണ്ടത് ആരിലേക്കാണ്? ആ കൃഷ്ണനാകുന്ന പരമാത്മാവിലേക്കല്ലേ? കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുമുണ്ട്. 7-ാം അധ്യായം 24-ാം ശ്ലോകം എടുക്കുക ഗീതയിൽ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ഗീതയിൽ 7-ാം അധ്യായത്തിലെ 24-ാം ശ്ലോകം ഹിന്ദുക്കളെല്ലാം പഠിക്കേണ്ട ഒരു ശ്ലോകമാണ്. കൃഷ്ണനെ ശരിക്കും നമ്മൾ എവിടെ കാണണം എന്നാണ്, എവിടെ കാണണം എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. 7-ൽ 24-ാം ശ്ലോകത്തിൽ പറയും, അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാമബുദ്ധയ പരം ഭാവമജാനന്ത മമാവ്യയമനുത്തമം. അവ്യക്തം മാം അവ്യക്തം, ഞാൻ അവ്യക്തമാണ്. അവ്യക്തം എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാവരുടെ ഉള്ളിലും ആത്മരൂപേണ ഭാതി. ഏത് രൂപത്തിൽ പറയൂ? അന്തരാത്മാവിൻ്റെ രൂപത്തിൽ പ്രകാശിക്കുന്ന, പരമാത്മരൂപത്തിൽ പ്രകാശിക്കുന്ന, നിത്യശുദ്ധ ബുദ്ധബോധരൂപത്തിൽ പ്രകാശിക്കുന്ന, പൂർണ്ണബോധത്തിൽ പ്രകാശിക്കുന്ന, പട്ടതിരിപ്പാട് തുടങ്ങിയതുപോലെ സാന്ദ്രാനന്ദാവബോധത്തിൽ പ്രകാശിക്കുന്ന ആ ഒരു ഭഗവാൻ, കൂടെയുള്ളൊരു ഭഗവാൻ ആരാണോ വ്യക്തിം മന്യന്തേ, കേവലമൊരു വ്യക്തിയായി കാണുന്നത്. നോക്കൂ, ഉള്ളിൽ പരമാത്മാവായി അറിയാതെ വ്യക്തിയായി കാണുന്നവൻ അബുദ്ധയാന്നാണ്. അവനാരാണ്? അവർക്ക് പറയൂ, ബുദ്ധിയില്ലാത്തവനെന്നാണ് ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം കൃഷ്ണൻ കേവലം നമ്മളെ മുന്നിൽ കാണുന്ന രൂപമായി കാണാനാണോ പറയുന്നത്? അവർക്ക് പറയൂ, ഭൂരിപക്ഷം ആളുകളും അമ്പലത്തിൽ തൊഴുതു പോകുമ്പോൾ ഇത് അറിയുന്നില്ല. കൃഷ്ണൻ കണ്ടുപോവാനല്ല പറയുന്നത്, അറിഞ്ഞുപാസിക്കാനാണ് പറയുന്നത്. നിങ്ങൾ എന്നെ അറിയണം, നിങ്ങൾ ഉപാസിക്കണം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാനും നിങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്, ഒരു പരമസത്യമാണ്. ഞാൻ അതിലേക്ക് ഉയർന്നു, നിങ്ങൾ അതിലേക്ക് ഉയരാൻ ഞാൻ കൈപിടിക്കാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിനെ എനിക്ക് വിട്ടു തരണം അതിന്. ഇപ്പം എപ്രകാരം ഭഗവാൻ പറഞ്ഞത് അർജുനന് ഓർമ്മ വന്നു. കൃഷ്ണൻ ഒരിക്കലും വിട്ടുപോയിട്ടില്ല. കൃഷ്ണൻ എൻ്റെ ഉള്ളിൽ അന്തരാത്മരൂപത്തിലുണ്ടല്ലോ. ഞാൻ എന്നിട്ട് കരയേ, ഞാൻ തളരേ. ഇനി എനിക്ക് ആ കൃഷ്ണനിലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്തണം. അങ്ങനെ പറഞ്ഞു, ഇനി ചേഷ്ട നമുക്കിവിടെ നിൽക്കണ്ട, ഇനി മതി. അങ്ങനെയാണ് പരീക്ഷത്ത് മഹാരാജാവിന് രാജ്യഭാരം ഏൽപ്പിച്ചുകൊണ്ട് അവർ മഹാപ്രസ്ഥാനത്തിനിറങ്ങുന്നത്. പാണ്ഡവന്മാർ പോയ മഹാപ്രസ്ഥാനമാണ് പിൽക്കാലത്ത് ചതുർധാം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇവിടെ ഒരു ശ്ലോകമുണ്ട്. കുന്തിദേവി ഇതെല്ലാം കേട്ടു. കുന്തിദേവി
ഒരു വശത്ത് കേൾക്കുകയാണ് കൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ചതും യാദവ വംശം പോയതൊക്കെ കേട്ടപ്പോൾ ആ കുന്തിദേവി എന്ത് ചെയ്തു എന്നാണ് ഭാഗവതം പറയുന്നത്. നോക്കൂ നിങ്ങൾ. പ്രതാപി അനുശ്രുത്യതനഞ്ജയോതിതം നാശം യദോനാം ഭഗവൽകതിം ചതം ഏകാന്തഭക്ത്യാ ഭഗവത്യദോക്ഷതേ നിവേശിതാത്മോ പരരാമസംസ്കൃതേ പ്രതാപി അനുശ്രുത്യ ധനഞ്ജയോദിതം. ധനഞ്ജയനാൽ ഉദിതമായ ധനഞ്ജയനാൽ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ കുന്തിദേവി കേട്ടപ്പോൾ മനസ്സിലായി, നാശം യദൂനാം, എൻ്റെ കുലം പോയല്ലോ. ഭഗവൽ ഗതിം, കൃഷ്ണനും ഉപേക്ഷിച്ചു എല്ലാവരും. ഇനി ഇവരൊന്നും ആശ്രയിച്ച് എൻ്റെ ജീവിതം വേണ്ട. അവിടെ നിന്ന് അങ്ങോട്ട് നാമത്തിൽ മുഴുകി സമാധിയിലേക്ക് പോയി എന്നാണ്. പിന്നൊരിക്കലും ഉണർന്നിട്ടില്ല. നാമത്തിൽ മുഴുകി ശരീരം ഉപേക്ഷിച്ച അമ്മയാണ് ആര്? കുന്തിദേവി. പിന്നെ എണീറ്റിട്ടില്ല. പാണ്ഡവർ വന്നു നോക്കുമ്പോണ്ട് അമ്മയുടെ നിർജീവമായ ശരീരം. അമ്മ ശരീരം അങ്ങനെ ഉപേക്ഷിച്ചു. ഈ തരത്തിൽ ഭഗവാന്റെ നോക്കൂ, കുന്തിദേവിയെപ്പോലെ എത്ര ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടങ്ങളും കുറ്റബോധങ്ങളും ഉള്ളൊരമ്മ ലോകത്തിലുണ്ടാവില്ല. കർണനെ പ്രസവിച്ച് മനസാക്ഷിക്ക് വിരുദ്ധമായി കൊണ്ടൊഴുക്കേണ്ടി വന്നു. നിവൃത്തികേട് കൊണ്ടാണ് ആണോ ആ അമ്മയ്ക്കത് അനുഭവിക്കേണ്ടി വന്നു. കർണൻ വളർന്ന് സൂതപുത്രനായി കൗരവന്മാരുടെ ശക്തിയായി പാണ്ഡവർക്ക് ഭീഷണിയാക്കുമ്പോൾ ഒരു നാണവുമില്ലാതെ അമ്മ ചെന്ന് കയ്യും കാലും പിടിച്ച് അപേക്ഷിക്കുകയാണ്, അമ്മയ്ക്ക് തെറ്റുപറ്റി, തിരിച്ചു വരണം, നീയാണ് മൂത്തപുത്രൻ. ആ കർണൻ അമ്മയോട് പറയുന്നൊരു വരികളുണ്ട്, അത് മതി അമ്മയ്ക്ക്. അമ്മയോട് ഒറ്റ കാര്യം പറയുള്ളൂ, എല്ലാവരുടെ മുന്നിലും വെച്ച് എന്നെ പരിഹസിക്കുമ്പോൾ, പാണ്ഡവർ കളിയാക്കുമ്പോൾ, എന്നെ പുച്ഛിക്കുമ്പോൾ, എന്നെ സൂതപുത്രൻ എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ അന്ന് മിണ്ടാതിരുന്ന അമ്മ ഇന്നിപ്പോൾ കാര്യങ്ങൾ കൈവിടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ കാല് പിടിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഒഴുക്കിക്കളഞ്ഞ ഞാൻ ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ നിങ്ങൾക്ക് എന്നെ ആവശ്യം വേണ്ട എന്ന് വെച്ച നിങ്ങളുടെ കൂടെയാണോ, എനിക്ക് മാനവും എന്നെ വേണമെന്ന് വെച്ച് എന്നെ ആദരിച്ച ദുര്യോധനൻ്റെ കൂടെയാണോ ഞാൻ നിൽക്കേണ്ടതൊന്ന് പറഞ്ഞു തരൂ, നിങ്ങളൊരമ്മയല്ലേ? കുന്തിക്കുത്തരമുണ്ടായില്ല എന്നാണ്. മിണ്ടിയില്ല അമ്മ, ഒരക്ഷരം മിണ്ടാൻ പറ്റിയില്ല. കർണൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാവേണ്ടത് നിങ്ങളുടെ വേദന, പക്ഷെ ഒന്ന് ഞാൻ പറയാം, അമ്മ വിഷമിക്കേണ്ട, പോയിക്കോളൂ, 5 മക്കളുണ്ടാവും, അത്രേ ഓർത്തോളൂ. ഞാൻ വേറെ ആരെയും കൊല്ലില്ല, പക്ഷെ അർജുനനെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് അർജുനനെ മാത്രമേ വേണ്ടൂ. അമ്മയ്ക്ക് അപ്പോഴും 5 മക്കളുണ്ടല്ലോ, അമ്മ എന്തിനാ വിഷമിക്കുന്നത്? ഈ രീതിയിൽ അമ്മയുടെ മുഖത്ത് നോക്കി പറയാൻ സാധിച്ച കർണൻ, അമ്മയുടെ ഉള്ളിൽ എത്ര വേദന ഉണ്ടാവും, എത്ര കുറ്റബോധമുണ്ടാവും. പക്ഷേ അതെല്ലാം നാമജപത്തിലൂടെ തുടച്ചു മാറ്റി ഒരു ചിന്തയും തൻ്റെ ഉള്ളിൽ ഇറപ്റ്റ് ചെയ്യാൻ അനുവദിക്കാതെ നാമത്തിൽ മുഴുകി അതിൽ ലയിച്ച് പരമാത്മ സാക്ഷാത്കാരം നേടാൻ സുകൃതം ചെയ്ത അമ്മയാണ് ആര്? കുന്തിദേവി. മെനക്കെടണം, പണിയെടുക്കണം. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം ഉപബോധ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഇത്തരം ആഴ്ന്നിറങ്ങി നിൽക്കുന്ന ചിന്തകളെ അവിടെ നിന്ന് തുടച്ചു മാറ്റുക അത്ര എളുപ്പമുള്ള പണിയൊന്നല്ലത്. അതാണ് കൃഷ്ണനും പറഞ്ഞത്, അഭ്യാസേനതു കൗന്ദയ, പണിയെടുത്താൽ തന്നെ പോവുള്ളൂ. അങ്ങനെ മെനക്കെട്ട് സ്വന്തം മനസ്സിനെ ആ പരമാത്മാവിലേക്ക്, നാമത്തിലേക്ക് അർപ്പിച്ച് പൂർണ്ണതയിലെത്താൻ ഭാഗ്യം കിട്ടിയ അമ്മയാണ് കുന്തിദേവി.